ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെ പകലിൽ നിന്നു ഈ പകലിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ആ വാക്യശകലങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. ശമൂവേൽ ബാലൻ ഏലിയോടൊപ്പം യഹോവയുടെ ശുശ്രൂഷ ആലയത്തിൽ ചെയ്തു വന്നിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ദർശനം ഏറെ ഇല്ലായിരുന്നു. ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്നു. ഏലിയുടെ കണ്ണ് കാണുവാൻ കഴിയാതെ മങ്ങിയിരുന്നു. യഹോവയുടെ വിളി കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി അടഞ്ഞിരുന്നു. ഈ പകലിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്. എഫ്രൈം മലനാട്ടിൽ എൽക്കാനയ്ക്കും ഹന്നയ്ക്കും മക്കളില്ലായിരുന്നു. എല്ലാ വർഷവും ഷീലോവിൽ യഹോവയുടെ ആലയത്തിൽ ആരാധന കഴിച്ചു പോന്ന എൽക്കാന ജീവിതത്തിൽ തന്റെ കുടുംബത്തിൽ നിന്ന് പ്രതിയോഗിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്ന ഹന്ന, അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നേർന്നത്, യഹോവേ, നീ എനിക്കൊരു മകനെ തരികയാണെങ്കിൽ അതിനെ മുഴുവൻ ദൈവത്തിനുള്ളതെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നേർന്ന ഹന്ന എൽക്കാന. ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ വർഷങ്ങൾ എടുത്തു കാണാം അവരുടെ ജീവിതത്തിലെ മറുപടിക്ക്. ഒരുപക്ഷെ പ്രതിയോഗിയുടെ ചോദ്യങ്ങൾക്ക് വർഷങ്ങളായി അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ പകലിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തയും ഇതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും അല്ല, മറ്റുള്ളവർക്ക് നിങ്ങളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ മറുപടി പറയാൻ കഴിയുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ വർഷങ്ങളായുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ എന്തുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ എനിക്ക് മറുപടി ലഭിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല എന്ന് ദൈവത്തോട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച വ്യക്തിത്വമേ, അല്ല, സമൂഹത്തിന്റെ നടുവിൽ തലകുനിച്ച് നിന്ദിതയായി നടക്കുന്ന വ്യക്തിത്വമേ, ഈ പകലിൽ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ഒരു എൽക്കാനയെ പോലെ ഹന്നയെ പോലെ ജീവിതത്തിൽ പലവട്ടം നേർച്ചകൾ നേർന്നെങ്കിലും, ജീവിതത്തിൽ പലവട്ടം പ്രാർത്ഥിച്ചെങ്കിലും മറുപടി ലഭിക്കാതെ എന്തിനിങ്ങനെ എന്ന ചോദ്യവുമായി ആയിരിക്കുന്ന വ്യക്തിത്വമേ, ദൈവാത്മാവ് ഈ പകലിൽ നിന്നോട് സംസാരിക്കുന്നു. അതെ, ദർശനമില്ലാത്തൊരു കാലത്ത്, ദൈവവചനം ദുർലഭമായിരിക്കുന്ന ഒരു കാലത്ത്, പല അഭിഷക്തന്മാരുടെ ഏലിമാരുടെ കണ്ണു മങ്ങിയിരിക്കുന്ന കാലത്ത്, അവരുടെ ചെവി അടഞ്ഞിരിക്കുന്ന കാലത്ത് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ശമൂവേൽ ബാലനെ ദേശത്ത് ദൈവം ഉപയോഗിച്ചതുപോലെ, അതെ, ദേശത്തിനും മനുഷ്യർക്കും യഹോവയ്ക്കും വിശ്വസ്ത പ്രവാചകനെന്ന് അറിയപ്പെട്ടതുപോലെ മക്കളില്ലാതിരുന്ന ഹന്നയ്ക്കും എൽക്കാനയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ പല അഭിഷക്തന്മാരെ വാർത്തെടുക്കുവാൻ, പല രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ആ ശമൂവേലിന്റെ കരങ്ങളെ ഉപയോഗിച്ചതുപോലെ ഈ പകലിൽ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. പലപ്പോഴും നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നീ പകലിൽ മറുപടി കണ്ടില്ലെങ്കിലും, ഒരുപക്ഷെ അതിനൽപ്പ സമയം എടുക്കേണ്ടി വന്നാലും, ആ പ്രാർത്ഥനയുടെ വിടുതൽ ഏറ്റവും മഹത്തരമെന്ന്, ആ പ്രാർത്ഥനയുടെ വിടുതൽ ഏറ്റവും വിലയേറിയതെന്ന് മനസ്സിലാക്കുമെങ്കിൽ, ഈ പകലിൽ നിന്റെ മുമ്പിലുള്ള ചോദ്യങ്ങൾ നിഷ്പ്രഭമായി പോകട്ടെ. നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ, നിന്റെ പ്രതിയോഗിയുടെ ചോദ്യങ്ങൾ, അവരുടെ നിന്ദാവാക്കുകൾ നിന്റെ മുൻപിൽ ഒന്നുമില്ലാതായി തീരട്ടെ. ഈ പകലിൽ ദൈവത്തിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കുന്നു എന്നുള്ളത് നീ മുറുകെ പിടിച്ച് ഈ പകലിൽ മുന്നോട്ട് പോകുക. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.